എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ 9ഓളം വരുന്ന സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു കേരളത്തിൽ എന്നുള്ള വാർത്ത നിങ്ങളെല്ലാവരും തന്നെ ഇതിനോടകം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് മനോരമയിൽ വന്നിട്ടുള്ള ഒരു വാർത്ത വെച്ച് തുടങ്ങാം. മനോരമ എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള പത്രമായതുകൊണ്ട് ഞാനത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് പത്രങ്ങളിലുമൊക്കെ തന്നെ ഏതാണ്ട് ഇതുപോലത്തെ വാർത്തകളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. എക്സാലോജിക്ക് വീണക്കെതിരെ കൂടുതൽ തെളിവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത വന്നേക്കുന്നത്. കൂടാതെ 20.05 കോടി രൂപയുടെ കൈയെഴുത്ത് കണക്കുകൾ എന്നുള്ളതാണ്. 85 ലക്ഷം രൂപ ദുബായിലേക്ക് ഹവാല സൂചനയും എന്നുള്ളതാണ് പറഞ്ഞു വന്നേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 3.49 ദിർഹം, അതായത് അത്രയും എമൗണ്ട്, അതാണ് 85 ലക്ഷം രൂപ ദുബായിലേക്ക് എന്നുള്ളതാണ്. പിന്നെ ഇതിൽ അടുത്തൊരു വാർത്ത കൂടി കൊടുത്തിട്ടുണ്ട്. അത് മുഹമ്മദ് റിയാസിൻ്റെ പേര് കൊടുത്ത് ഫോട്ടോ കൊടുത്തുകൊണ്ടുള്ളൊരു വാർത്തയാണ്. അക്കൗണ്ടിലെത്തിയ പണം സംബന്ധിച്ച് കൃത്യമായ മറുപടിയില്ല എന്നുള്ളതാണ്. ടി വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ PM മുഹമ്മദ് റിയാസ് MLA ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നിയമോപദേശം തേടി. CMRL ഉടമകളും വീണയും നൽകിയ മൊഴികളുടെയും റെയ്ഡിൽ കണ്ടെത്തിയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണിത്. CMRL നൽകിയ പണം വീണയുടെ അക്കൗണ്ടിൽ നിന്ന് റിയാസിൻ്റെ അക്കൗണ്ടുകളിലേക്കും, ശ്രദ്ധിച്ചേക്കണം, റിയാസിൻ്റെ അക്കൗണ്ടുകളിലേക്കും അവിടെ നിന്ന് മറ്റു പലരുടെ അക്കൗണ്ടുകളിലേക്കും മാറ്റിയിട്ടതായി ED കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് 2 തവണ ഫോണിൽ റിയാസിനോട് വിശദീകരണം ചോദിച്ചു. ഇതിന് കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. റിയാസിൻ്റെ അക്കൗണ്ടുകളിൽ നിന്ന് പണം കൈമാറ്റം ചെയ്ത അക്കൗണ്ടുകളെപ്പറ്റി വീണക്കും വ്യക്തമായ അറിവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉന്നം വളരെ കൃത്യമാണ്. കാരണം എന്താ വെച്ചാൽ റിയാസ് എന്ത് ചെയ്തു, എന്തോ തെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ മനോരമ വിട്ടുപോയ ഏറ്റവും ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ കാലഘട്ടം 2017, 2018 കാലഘട്ടങ്ങൾ, 2015 മുതൽ ഇങ്ങോട്ടാണ് ഇത്തരത്തിൽ എക്സാലോജിക്കിൻ്റെ കമ്പനി തന്നെ ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന ഇടപാടുകളൊക്കെ തന്നെ നടന്നിരുന്നത്. പക്ഷേ അന്നേരം മുഹമ്മദ് റിയാസ് യഥാർത്ഥത്തിൽ വീണയുടെ ഭർത്താവായിട്ടില്ല. 2020 അവരുടെ കല്യാണം കഴിയുന്നതും അവരുടെ ഭർത്താവാകുന്നതും എന്നുള്ളത് മനോരമയ്ക്ക് വിട്ടുപോയി. കാരണം മനോരമയ്ക്കും മറ്റു മാധ്യമങ്ങൾക്കൊക്കെ വിട്ടുപോകാം. ഇതിനെതിരെ ഇപ്പോൾ റിയാസ് നിയമ നടപടികൾ എടുക്കും എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് 2 തവണ ഈ പറയുന്ന ഇതിൽ റിയാസിനോട് വിശദീകരണം ചോദിച്ചു. ഇതിന് കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊക്കെ തന്നെ ഈ ലേഖകൻ്റെ യഥാർത്ഥത്തിൽ ഒരു വികാരമാണ്, അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞുള്ള സ്വപ്നങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നോട്ടീസ്, യഥാർത്ഥത്തിൽ അവരിറക്കിയിട്ടുള്ള പ്രസ് റിലീസ് ഞാൻ വായിച്ചു. ആ പ്രസ് റിലീസിൽ പറയുന്നത് ചില കാര്യങ്ങൾ വളരെ ബ്രില്യൻ്റായി അതിനകത്ത് ചേർത്തിരിക്കുകയാണ്. പലപ്പോഴും അവരുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ഇവിടെ കള്ളപ്പണം ഇല്ലാതാക്കാലോ ഹവാല ഇല്ലാതാക്കലോ ഒന്നുമല്ല. പകരം ഇത്തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ കേരളത്തെ പരുവപ്പെടുത്തുക എന്ന് പറയുന്നൊരു കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു ഡയറിയിൽ ഉണ്ടായിട്ടുള്ള കണക്കുകൾ 20.5 കോടി രൂപയുടെ കൈയെഴുത്ത് കണക്കുകൾ ഉണ്ട് എന്നുള്ളതാണ്. കണക്കുകൾ വരവും ചിലവൊക്കെ കൂടി കണക്കൂട്ടി നോക്കിയാൽ ഇപ്പോൾ ചിലരുടെ അക്കൗണ്ടൊക്കെ എടുത്ത് നോക്കിയാൽ മൊത്തം ചിലപ്പോൾ 1 കോടി രൂപയുടെ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടാവും. പക്ഷേ ആ ട്രാൻസാക്ഷൻ മൊത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ പണമായിരിക്കില്ല, അത് അങ്ങോട്ടും വന്ന് പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ചിലവും വരവും ഒക്കെ കൂടി ഒരുമിച്ച് കണക്കൂട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇവർ വളരെ തന്ത്രപരമായ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അത് പോട്ടെ, കുഴപ്പമില്ല. അടുത്തതെന്ന് പറയുന്നത് 3.49 ലക്ഷം UAE ദിർഹം, അതായത് 85 ലക്ഷം രൂപ ദുബായിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഹവാല ചാനലുകൾ വഴി പണം കൈമാറിയതിൻ്റെ സൂചന ലഭിച്ചതായും പണം കൈപ്പറ്റിയവരുടെ പേരുകൾ, കൈമാറിയ തുക, ചെലവഴിച്ച തുക തുടങ്ങിയ വിവരങ്ങൾ കൈയെഴുത്ത് രേഖയിലുണ്ടെന്ന് മീഡിയ അറിയിച്ചു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തുക എങ്ങനെയാണ് കൈമാറിയത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയോടുകൂടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അവരുടെ പ്രസ് റിലീസിൽ അവർ പറയുന്നത് ഇത് ചില ഹവാല ഡീലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും അവസാനം എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷേ അവസാനം എഴുതി ചേർക്കുമ്പോൾ അതാണ് മനോരമ ഇങ്ങനെ വ്യാഖ്യാനിച്ചേക്കുന്നത്. പക്ഷേ അതിലുള്ള പ്രശ്നം വീണ ഈ 85 ലക്ഷം രൂപയോളം കൈമാറിയത് ഇതുപോലെയാണ്, ഹവാല വഴിയാണെന്ന് അതിനെങ്കിലും പറഞ്ഞിട്ടില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ താഴെ ഈ പറയുന്ന കുറേ ട്രാൻസാക്ഷൻസും നിരവധി റെയ്ഡുകളൊക്കെ നടത്തി ആ റെയ്ഡുകളിൽ നിന്ന് രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ആ രേഖകൾ പിടിച്ചെടുത്തതിൽ നിരവധി ചില ഹവാല ട്രാൻസാക്ഷനുകളും സംശയിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഈ 85 ലക്ഷം ഹവാല ട്രാൻസാക്ഷനാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് റിവേഴ്സ് ഹവാലയാണ് എന്നുള്ളൊരു കാര്യം അതിനകത്ത് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് വാർത്തകൾ അവരുടെ സൗകര്യം പോലെ അടിക്കാനുള്ള ഒരു എറേറ്റ് കൊടുക്കുന്ന പണി മാത്രമാണ് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള അവരുടെ പ്രസ് റിലീസിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ കാര്യമുണ്ട്.
കഴിഞ്ഞ 15 കൊല്ലമായി CMRLൻ്റെയും ഈ പറയുന്ന പോലെ കരിമണൽ കർത്തയുടെ നേതൃത്വത്തിലുള്ള ശശിധരൻ കർത്തയുടെ നേതൃത്വത്തിലുള്ള കമ്പനി പലപ്പോഴും സംശയകരമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് അത് 182 കോടി രൂപയുടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ 182 കോടി രൂപയിൽ കേവലം 2,72,00,000 രൂപയുടെ ഈ വീണ വിജയനുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് 1,72,00,000 രൂപയും പിന്നെ ലോണായിട്ട് എടുത്തതും ഉൾപ്പെടെ ഏതാണ്ട് ഒരു 2,72,00,000 രൂപയുടെ ട്രാൻസാക്ഷനുകൾ മാത്രം ഇവർക്ക് അന്വേഷിച്ചാൽ മതിയോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിൽ തന്നെ മറ്റൊരു കാര്യം കൂടിയുള്ളത്, അങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 182 കോടി രൂപയിൽ ബാക്കിയുള്ള 179 കോടി ചില്ലാനം രൂപക്ക് പോലുള്ള അന്വേഷണം നടത്താത്തത് എന്ത് എന്ന് നമ്മളാരും ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ പിണറായി ഭക്തരും ഈ പറഞ്ഞ ഒരു അന്തം കമ്മികളും ഒക്കെ ആയിത്തീരും എന്നുള്ള കാര്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണം. അതുകൊണ്ട് അതൊന്നും നമ്മൾ മിണ്ടാൻ പാടില്ല. നമ്മൾ വളരെ സത്യസന്ധരാണെങ്കിൽ നമ്മൾ ഇവർ പറയുന്ന വാർത്തകളൊക്കെ തന്നെ തൊണ്ട തൊടാതെ അങ്ങോട്ട് വിഴുങ്ങണം. ഈ കേസിൽ തന്നെ 50 ലക്ഷം രൂപ വീതം പലതവണ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മേടിച്ചിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ അറിയേണ്ടത് VD സതീശൻ മേടിച്ചിട്ടുണ്ട് 5 ലക്ഷം, അതുപോലെ രമേശ് ചെന്നിത്തല മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പലരും മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ CMRLിലേക്ക് വരവായി കിട്ടിയ 40 കോടി രൂപ ഇതുപോലെ കൈക്കൂലി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചു എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടി അന്വേഷണമില്ല. ഈ അന്വേഷണമില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ ഹവാല പണം പിടിക്കണമെന്നോ കള്ളപ്പണം പിടിക്കണമെന്നോ വലിയ താല്പര്യമൊന്നും അവർക്കില്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ PC ജോർജിൻ്റെ പരിപാടി അന്വേഷിച്ചാൽ ഇവിടെ നമുക്കറിയാമല്ലോ, PC ജോർജ് ഇപ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പിന് കൊടുത്തേക്കണ കണക്കെന്ന് പറയുന്നത് 28 ലക്ഷം രൂപ ചിലവാക്കിയെന്നാണ്. 28 ലക്ഷം രൂപക്ക് അവിടെയുള്ള എല്ലാ പ്രവർത്തകർക്കും കൂടി മൂക്കിപ്പൊടി മേടിച്ച് വലിക്കാൻ പോലും തികയില്ലെന്ന് PC ജോർജിനും അറിയാം, തലക്ക് ബോധമുള്ള ആർക്കും അറിയാം. അതുപോലെ കൊടകര കുഴൽപ്പണ കേസിലും ഇതുപോലെ തന്നെ ഒരു കേസുണ്ടായിരുന്നു. അത് എന്ത് ചെയ്തിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ അവിടുത്തെ ഒരു BJPയുടെ സെക്രട്ടറി എന്നെ ഒന്ന് പുറത്തു വന്ന് പറഞ്ഞേക്കണം 13-17 ചാക്കുകളിൽ പണം കെട്ടിവെച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. അത് പല സ്ഥലത്തേക്കും വിതരണം ചെയ്തു എന്നാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരുവിധ അന്വേഷണവുമില്ലാത്ത ഏജൻസികൾ പിന്നെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി കാണണം. ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഒക്കെ ഏറ്റുപിടിക്കും. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇൻകം ടാക്സും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും പോലെയുള്ള ഏജൻസികൾ P. ചിദംബരത്തിനെ മതല് ചാടി അറസ്റ്റ് ചെയ്യാൻ പോയത് നിങ്ങൾ മറന്നു പോകരുത്. ഏറ്റവും ഒടുവിൽ വെസ്റ്റ് ബംഗാളിൽ എന്താണ് സംഭവിച്ചതെന്ന് മറന്നു പോകരുത്. ഏറ്റവും ഒടുവിൽ ഒരു ക്ലാസിക് എക്സാമ്പിളായിട്ടുള്ളതും കേസ് വിട്ടുപോയതും അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിലാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിൽ ഇതുപോലെ നിങ്ങൾ അറിയേണ്ടത്, ആം ആദ്മി പാർട്ടിയെ തകർക്കണമെങ്കിൽ അവരുടെ സത്യസന്ധത തകർക്കണം, അവരുടെ ക്രെഡിബിലിറ്റി തകർക്കണം, അവരുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ തകർക്കണം എന്നവർ വിചാരിക്കുകയും അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ നേതാക്കന്മാരെ പിടിക്കണമെന്നവർ മുൻകൂട്ടി തീരുമാനിക്കുകയും അതിനുവേണ്ടി കൃത്യമായിട്ട് സെക്കൻഡ് ഇൻ കമാൻഡ് എന്ന് പറയുന്ന ആദ്യം അരവിന്ദ് കെജ്രിവാളിനെയും രണ്ടാമത്തേത് മനീഷ് സിസോദിയെയും മൂന്നാമത്തേത് സഞ്ജയ് സിംഗിനെയും പിടിച്ചകത്തിടുകയും ബാക്കിയുള്ള ആളുകളെയൊക്കെ തന്നെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കുകയും അതിൽ കുറേ പേരെ ഇപ്പോൾ 7 പേരായിട്ടുള്ള MP മാരെ അവർ എടുത്തുകൊണ്ട് പോവുകയും അവരുടെ സൈഡിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. BJPയിൽ ചേർന്ന് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി ആ പാർട്ടിയെ ഇല്ലാതാക്കാൻ ഒരു ടൂളായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വർക്ക് ചെയ്യുകയാണ് ചെയ്തത്. കൂടാതെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേസുകളിൽ കൺവിക്റ്റഡ് ആകുന്നവരുടെ നമ്പർ എന്ന് പറയുന്നത് 4.5% താഴെയാണ്. അവർ പറയുന്നത് 95% എന്നൊക്കെയാണ്. അത് യഥാർത്ഥത്തിൽ വിചാരണ ചെയ്യാൻ നിൽക്കുന്ന കേസുകൾ മാത്രം പരിഗണിച്ചിട്ടാണ്. ഇവരുടെ കേസുകളിൽ അത്തരത്തിലുള്ളൊരു കൺവിക്ഷൻ റേറ്റ് ഇല്ല, വളരെ 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 കുറവാണ്. പലപ്പോഴും വിചാരണ ചെയ്യപ്പെടുന്നത് പോലും കുറവാണ്. പക്ഷേ പ്രോസസ് ഇറ്റ്സെൽഫ് ഈസ് എ പണിഷ്മെൻ്റ് എന്ന് പറയുന്ന പോലെ അവരുടെ ഒരു അന്വേഷണം പോലും നിങ്ങളെ തകർക്കും എന്നുള്ളതറിയാം. കാരണം PML ആക്ട് പ്രകാരം ഒരാളെ കേസിൽ പിടിച്ചകത്തിട്ടാൽ നമ്മൾ ബലാത്സംഗമോ അല്ലെങ്കിൽ നാളെ SC/ST അട്രോസിറ്റീസ് ആക്ടൊക്കെ പോലെയാണ്. കുറ്റം ചെയ്തിട്ടില്ലെന്ന് നമ്മൾ തെളിയിക്കണം. കൂടാതെ ജാമ്യം കിട്ടാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് റിയാസിലേക്ക് എത്തുന്നു എന്നുള്ളത് കൂടി ചിന്തിച്ചാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. പിണറായി വിജയൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ CPMൻ്റെ മുഖമാകാൻ സാധ്യതയുള്ള ഒരാളാണ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ മുഹമ്മദ് റിയാസിനെ കൂടി ഒന്ന് മെരിക്കേണ്ടതുണ്ട്. കൂടാതെ മുഹമ്മദ് റിയാസിൻ്റെയും പിണറായി വിജയനുമൊക്കെ എടുത്ത് കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് ഈ അടുത്ത 5 കൊല്ലം കൂടി അവരെ വേട്ടയാടുമ്പോൾ സാധാരണ CPMന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിന്ദു വോട്ടുകൾ കൂടി BJPയിലേക്ക് എത്തും എന്ന് പറയുന്നൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയെ കൂടി തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. കൂടാതെ അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ മുഹമ്മദ് റിയാസ് എങ്ങാനുമാണ് ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റായി വരുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അത് മലബാർ റീജിയനുകളിലൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ പോലും അടിത്തറ തകർക്കുമെന്നും പ്രത്യേകിച്ചും ഒരു മുസ്ലിം മൈനോറിറ്റി വോട്ടുകളൊക്കെ തന്നെയും അദ്ദേഹത്തിന് കിട്ടുമെന്നും കൂടാതെ മതനിരപേക്ഷ വോട്ടുകളൊക്കെ തന്നെ അദ്ദേഹത്തിന് കിട്ടുമെന്നും അതിനുള്ള വലിയ സാധ്യതകളുണ്ടെന്നൊക്കെ അവർ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു വേട്ടയാടൽ മാത്രമാണ്, അല്ലാതെ ഇതിനകത്ത് യാതൊരു കാര്യവുമില്ല.
ആരെങ്കിലും ഇതിലേതെങ്കിലും ശരിയുണ്ടെന്ന് വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കണം. നിങ്ങൾ കോൺഗ്രസ്സുകാരനോ BJPക്കാരനോ ആരും ആയിക്കോട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുകൾ എന്താണ് ചെയ്തത് എന്നുള്ളത് കൂടി ഒന്ന് ആലോചിക്കണം. അഴിമതിയൊന്നും തുടച്ചേക്കണമെന്ന് അവർക്കില്ല. അജിത് പവാർ 30,000 കോടി രൂപയുടെ അഴിമതി മഹാരാഷ്ട്രയിൽ BJP തന്നെ ഉന്നയിച്ചതാണ്. അവർ NDAയിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് വിട്ടു. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുവേന്ദു അധികാരി ബംഗാളിലെ ചീഫ് മിനിസ്റ്ററാണ്. അദ്ദേഹം പണം കൈകൊണ്ട് മേടിക്കുന്ന ദൃശ്യം തന്നെ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തെടുത്ത് എൻ്റെ കൊളീഗും അതുപോലെ തന്നെ എൻ്റെ സീനിയറുമായിരുന്ന മാത്യു സാമുവലടക്കം പുറത്തു വിട്ടതാണ് നാരദ സ്റ്റിംഗ് ഓപ്പറേഷനിൽ. അദ്ദേഹം യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പക്ഷേ ആ കേസിൽപ്പെട്ട അദ്ദേഹം ഇന്ന് ബംഗാളിലെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് അങ്ങനെയുള്ള ആളുകളോടൊന്നും യാതൊരുവിധ അയിത്തവുമില്ല. പക്ഷെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, രാഷ്ട്രീയമായി ഇതെങ്ങനെ തങ്ങൾക്ക് പ്രയോജനപ്പെടാം എന്നുള്ളത് മാത്രമാണ്. കേരളത്തിൽ CPMനെ തകർക്കുകയും CPMനെ സംബന്ധിച്ചോളം യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്വരാജിനെ സംബന്ധിച്ച് ഇടത് ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞതുപോലെ അത്തരത്തിൽ ഉയർന്നു വരാൻ കഴിയുന്ന ആരെയും തകർക്കുകയും രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയും മാത്രമാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ ഒരൊറ്റ കാര്യം പറയാം, ഇത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയല്ല. നിങ്ങൾ 3-4 പേരെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തകരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പാർട്ടിയല്ല. ഇത് പാർട്ടി വേറെയാണ്. ഇവിടെ ഏരിയ കമ്മിറ്റി മുതൽ ലോക്കൽ കമ്മിറ്റി മുതൽ യഥാർത്ഥത്തിൽ ഇപ്പോഴും വളരെ ഒരു വിധത്തിലുള്ള സൗജന്യവും പ്രതീക്ഷിക്കാതെ ആശയാധിഷ്ഠിതമായി ഈ പാർട്ടിയിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് CPMനടക്കം യഥാർത്ഥത്തിൽ ഇവരെ പിന്തുണക്കണോ വേണ്ടേ, ഈ കാര്യത്തിൽ ഇടപെടണോ വേണ്ടേ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം വീണ തൈക്കണ്ടിയുടെ കേസ് വീണ തൈക്കണ്ടിയുടെ കേസല്ലേ, അതിൽ ഈ പറഞ്ഞ പോലെ പാർട്ടി പ്രതിരോധം തീർക്കണമെന്നൊക്കെ പറയുന്ന സംശയമുണ്ട്. ഒരു സംശയവും വേണ്ട, പാർട്ടി ഉറപ്പായും പ്രതിരോധം തീർക്കണം. കാരണം ഇത് വീണ തൈക്കണ്ടിക്കെതിരെയുള്ള കേസല്ല. യഥാർത്ഥത്തിൽ ഈ കേസിൽ ഞാനുമൊക്കെ ആദ്യം അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കേസിൽ ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ. ആ അജണ്ട എന്ന് പറയുന്നത് ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ നടത്തിയ ഒരു കാര്യത്തിൽ ഇത്തരത്തിൽ വലിയ അന്വേഷണം നടത്തുമ്പോൾ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ വിജയൻ എന്നെ വഴി എയിം ചെയ്യുന്നത് പിണറായി വിജയനെയാണ്, CPMൻ്റെ ക്രെഡിബിലിറ്റിയാണ്. രണ്ടാമത്തേത് മുഹമ്മദ് റിയാസിലൂടെയും ട്രൈ ചെയ്യുന്നത് അത് തന്നെയാണ്. നിങ്ങൾ പലപ്പോഴും ഒരു കാര്യം കൂടി ഓർക്കണം. ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ബിനീഷ് കോടിയേരി അറസ്റ്റിലായപ്പോൾ പാർട്ടി അതിനെ ന്യായീകരിച്ചില്ല. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതുവഴി വലിയ ഡാമേജ് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് വീണ തൈക്കണ്ടിക്കും അതുപോലെ മുഹമ്മദ് റിയാസിനും കൊടുക്കുന്ന സംരക്ഷണം എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ ബിനീഷ് കോടിയേരിക്ക് കൊടുത്തില്ല എന്ന് പറയുന്ന സങ്കടമാണ് ആളുകൾ ഉയർത്തുന്നതെന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വന്നാൽ എന്തിനാണ് ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് വേണ്ടി ഒരു പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അത് അവർ വ്യക്തിപരമായി ചെയ്തൊരു കാര്യമില്ല. അവരുടെ ബിസിനസ്സിനെ എന്തിനാണ് പാർട്ടി സംരക്ഷിക്കുന്നതെന്ന് ചോദിക്കും. അത് ചോദിച്ചില്ലെങ്കിൽ നിങ്ങളെ പതുക്കെ തകർത്തുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അവർ പറയും നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തില്ലല്ലോ ആ സമയത്ത് എന്ന് പറയുന്ന തിരിച്ചുള്ള ചോദ്യവും ഉണ്ടാവും. പക്ഷേ പാർട്ടി മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പാർട്ടിയുടെ ബന്ധുക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള അന്വേഷണം വരുന്നതും ഈവൻ ഞാൻ പറയും റിപ്പോർട്ടർ TVക്കെതിരെ പോലും വലിയ പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നതുമൊക്കെ തന്നെ പാർട്ടി ന്യായീകരിക്കേണ്ടതാണ്, ചെറുക്കേണ്ടതാണ്. കാരണം ഇത് വൃക്ഷത്തെ തകർക്കാൻ ആദ്യം ഓരോ ശിഖരങ്ങളായി വെട്ടുകയും അതിനുശേഷം വേരിൽ തന്നെ കത്തിവെക്കാനുമുള്ള പുറപ്പാടിലാണ് എന്നുള്ളത് പാർട്ടി മറന്നു പോകരുത്. ഇത് മറ്റെല്ലാ സ്റ്റേറ്റുകളിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചെയ്ത് വിജയിച്ച ഒരു തന്ത്രമാണ്. ആ തന്ത്രമാണ് കേരളത്തിലും പയറ്റുന്നത്. അല്ലാതെ മുഹമ്മദ് റിയാസിനെതിരെ വാർത്ത വരുന്നതൊക്കെ തന്നെ കൃത്യമായി പ്ലാൻഡ് ആയിട്ടാണ്. അതിനനുസരിച്ചൊരു വാർത്താക്കുറിപ്പാണ് അവർ പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇതിൽ ഒരു സംശയവുമില്ല. ഇത് കൃത്യമായി പാർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യണം, പാർട്ടി സംരക്ഷിക്കണം, പാർട്ടി പ്രതിരോധം തീർക്കണം.